കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പിറ്റേന്ന് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു നോട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിപ്പോയി. അതെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ളതല്ലാത്ത 4-5 പേർ അവിടെ ഇരിപ്പുണ്ട്. അതിലൊരാൾ അവിടുത്തെ കിടപ്പ് രോഗിയായ ആളിന് ക്യാഷ് കൈമാറുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ഈ വന്നവരുടെ അടുത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒരു ചാക്ക് അരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വീട്ടിലേക്ക് സഹായവുമായി വന്നവരാണ് ഇവർ. അങ്ങനെ അവർ പോകാൻ സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ട് ഇവരോട് നന്ദി പറയുന്നു. അപ്പോൾ അതിലൊരാൾ ഇവർക്ക് മറുപടി കൊടുക്കുന്നു. എങ്ങനെ? നിങ്ങൾ നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, ഇതൊന്നും ചെയ്തത് ഞങ്ങളല്ല. ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് വേറൊരാൾ ഏൽപ്പിച്ചതാണ്. ആ ആളാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കാം. ഓ, അങ്ങനെയാണോ എന്ന് അവർ മറുപടി പറഞ്ഞു. വാസ്തവത്തിൽ ഇതെല്ലാം ചെയ്തത് ഇവർ തന്നെയാണ്. ഇവർ പുറത്തിറങ്ങിയപ്പോൾ നടത്തിയ ഒരു സംഭാഷണത്തിൽ നിന്നുമാണ് ഞാനിത് മനസ്സിലാക്കിയത്. നമ്മൾ ചെയ്ത ദാനധർമ്മത്തിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നതിനേക്കാൾ മോശമായതൊന്നും ഈ ലോകത്തില്ല. ദാനധർമ്മം ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഞാൻ ഒരുപാട് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. നന്ദി പറച്ചിലുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ നന്ദി പറയുമ്പോഴുള്ള ഇതുപോലുള്ളൊരു മറുപടി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓ, അതേ സാരമില്ല, പഠിച്ചു തരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതീ കാര്യമില്ല, ഇതൊക്കെ ഒരു നിയോഗമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു മറുപടികളാണ് ഞാൻ അതുവരെയും കേട്ടിരിക്കുന്നത്. പക്ഷേ ഈ മറുപടി എനിക്കിഷ്ടപ്പെട്ടു. പിന്നീട് എൻ്റെ ചിന്ത മൊത്തവും ഇവരെക്കുറിച്ചായിരുന്നു. ഇത് എവിടെ ഉള്ളവരായി, എവിടെയാ ഇവരുടെ സ്ഥലം? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്ക് അറിയാൻ ഇടയായി. ആ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല. കൊള്ളാലോ സംഘടന. നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഭാരത്തെ നമ്മൾ പോലും ചുമക്കാൻ പാടില്ല, നമ്മുടെ തലയിൽ പോലും പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. കൊള്ളാലോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, എനിക്ക് ഈ സംഘടനയിൽ ചേരണം. എനിക്ക് തോന്നുന്നു എൻ്റെ ആങ്ങളയോടാണ് ഞാനത് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ റീസൺ ഇതാണെന്ന് ഞാൻ അറിയിക്കുന്നില്ല. എനിക്ക് ആ സംഘടനയിൽ ചേരണം, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോഴേ മറുപടി വന്നു, പറ്റില്ല. പക്ഷെ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. അതിനുള്ള പ്രായം പ്രാപ്തിയൊന്നും നമുക്ക് അന്നില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ആങ്ങള പറഞ്ഞു, ഈ സംഘടന നിർത്തലാക്കി, കേസും വഴുക്കും എന്നൊക്കെ ആയിട്ട് നിർത്തലാക്കി. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചുമില്ല. ഇപ്പോഴും എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് നിർത്തലാക്കിയതെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ അന്ന് കണ്ടതെന്താണ്? എൻ്റെ സഹോദരൻ പറഞ്ഞതെന്താണ്? അസംഘടനയിൽ ഉള്ള ആൾക്കാർ ശരിയല്ല, അവരുടെ പ്രവൃത്തികൾ ശരിയല്ല, അങ്ങനെ എന്തുവാണ് നിർത്തലാക്കി, അങ്ങനെ കേസും വഴക്കൊക്കെ വന്നു നിർത്തലാക്കി എന്നാണ് പറഞ്ഞത്. രണ്ടും തമ്മിൽ ഒരു ചേർച്ചയുമില്ല എനിക്ക്. പക്ഷെ ചോദ്യങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചില്ല. നന്മയുടെ തല അപ്പോൾ ഛേദിക്കപ്പെടും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ